ചുട്ടെടുത്ത വഖഫ് ഭേദഗതി ബിൽ ഒടുവിൽ നിയമമായിരിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പുകൾ മറികടന്നാണ് ചെറിയ ഭൂരിപക്ഷത്തിനെങ്കിലും ലോക്സഭയും രാജ്യസഭയും ബില്ല് പാസാക്കിയത്. ഒടുവിലിതാ രാഷ്ട്രപതിയുടെ അംഗീകാരവും ബിൽ നേടിയിരിക്കുന്നു. ഒരിടവേളയ്ക്ക് ശേഷം ഇന്ത്യ സഖ്യത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഒറ്റക്കെട്ടായുള്ള മുന്നേറ്റത്തിന് രാജ്യം സാക്ഷ്യം വഹിച്ച ദിവസങ്ങളാണ് കടന്നുപോയത്. വഖഫ് ഭേദഗതിക്കെതിരെ നിയമപോരാട്ടം ശക്തമാക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് വിവിധ കക്ഷി നേതാക്കൾ. കോൺഗ്രസും മുസ്ലിം പേഴ്സണൽ ലോ ബോർഡും മുസ്ലിം ലീഗും AIMIMഉം എല്ലാം സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വിവിധ മതസംഘടനകളും രാഷ്ട്രീയ സാമൂഹിക കക്ഷികളും പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങുകയാണ്. ഇതിനിടെയാണ് തമിഴ്നാട്ടിൽ പുതിയ രാഷ്ട്രീയ പരീക്ഷണത്തിനിറങ്ങിയ തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാർ വിജയും നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വഖഫ് ഭേദഗതിയെ ശക്തമായി എതിർക്കുകയാണ് വിജയുടെ തമിഴക വെട്ടിക്കഴകം അഥവാ TVK. കേവല വിമർശനത്തിൽ ഒതുക്കാനല്ല പാർട്ടിയുടെ തീരുമാനം. സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് TVK. വഖഫ് ഭേദഗതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട്ടിലെ എല്ലാ ജില്ലാ ഭരണ കേന്ദ്രങ്ങളിലേക്കും മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാർട്ടി. വിജയ് നേരിട്ടാണ് പ്രക്ഷോഭത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ജില്ലാ സെക്രട്ടറിമാർക്കാണ് മാർച്ചിന്റെ ഏകോപന ചുമതല. പരമാവധി പൊതുസമൂഹത്തിന്റെ പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങൾക്ക് നേരെയുള്ള ആക്രമണമാണ് വഖഫ് ഭേദഗതി എന്നാണ് വിജയ് വിമർശിച്ചത്. ഭരണഘടനയുടെ അന്തസ്സിനെയും ഇന്ത്യയിലെ മതേതര ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെയുമാണ് നിയമം ചോദ്യമുനയിൽ നിർത്തുന്നത്. മുസ്ലിങ്ങൾക്കെതിരായ മനഃശാസ്ത്ര യുദ്ധമാണിതെന്നും രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് വിജയ്. കേന്ദ്ര സർക്കാർ നിയമം പിൻവലിച്ചില്ലെങ്കിൽ മുസ്ലിം സമുദായവുമായി ചേർന്ന് TVK ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്നും വിജയ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കാൻ നിയമപോരാട്ടം നടത്തുമെന്നും പ്രഖ്യാപനമുണ്ട്. പ്രക്ഷോഭത്തിന് തുടക്കമായി കഴിഞ്ഞ ദിവസം തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ TVK പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. ന്യൂനപക്ഷങ്ങളെ ചതിക്കരുതെന്നും മതേതരത്വം സംരക്ഷിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ചെന്നൈക്ക് പുറമെ മധുര, കോയമ്പത്തൂർ, തിരുച്ചിറപ്പള്ളി, തൂത്തുക്കുടി, തഞ്ചാവൂർ എന്നിവിടങ്ങളിലെല്ലാം വെള്ളിയാഴ്ച TVK പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇതാദ്യമായല്ല വിജയ് BJP വിരുദ്ധ രാഷ്ട്രീയം ഉറക്കെ പറയുന്നത്. 2017 പുറത്തിറങ്ങിയ മെർസൽ ചിത്രത്തിന് പിന്നാലെ താരത്തിനെതിരെ സംഘപരിവാറിന്റെ വലിയ തോതിലുള്ള ആക്രമണമുണ്ടായിരുന്നു. മോദി സർക്കാർ അവതരിപ്പിച്ച GSTയെയും ഡിജിറ്റൽ ഇന്ത്യ പ്രഖ്യാപനങ്ങളെയും സിനിമയിൽ പരിഹസിച്ചതായിരുന്നു പ്രകോപനം. പിന്നാലെ ആദായ നികുതി വകുപ്പിന്റെ നടപടിയും വിജയ് നേരിട്ടു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയും വിജയ് ശക്തമായ വിമർശനം ഉയർത്തിയിരുന്നു. എല്ലാ പൗരന്മാരും സൗഹാർദ്ദത്തോടെ കഴിയുന്ന രാജ്യത്ത് ഇത്തരമൊരു നിയമം നടപ്പാക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നായിരുന്നു അന്ന് വിജയ് വ്യക്തമാക്കിയത്. തമിഴ്നാട്ടിൽ നിയമം നടപ്പാക്കുന്നില്ലെന്ന് സംസ്ഥാന സർക്കാർ ഉറപ്പാക്കണമെന്നും താരം ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ മാർച്ച് ആദ്യവാരം ചെന്നൈയിൽ വിജയ് ഒരുക്കിയ ഗ്രാൻഡ് ഇഫ്താറും വലിയ ചർച്ചയായിരുന്നു. വെള്ള മുണ്ടും ഷർട്ടും തൊപ്പിയും ഉടുത്തായിരുന്നു വിജയ് പരിപാടിക്കെത്തിയത്. മുസ്ലിം മത പണ്ഡിതർക്കും വിശ്വാസികൾക്കും ഒപ്പം ഒരുമിച്ചിരുന്ന് നോമ്പ് തുറക്കുക മാത്രമല്ല, കൂട്ട നമസ്കാരത്തിൽ പങ്കുകൊള്ളുകയും ചെയ്തു താരം. ആയിരക്കണക്കിന് പേരായിരുന്നു ഇഫ്താർ വിരുന്നിൽ സംബന്ധിച്ചത്. എന്നാൽ ഇഫ്താറും വിജയ്ക്കെതിരായ വിദ്വേഷ പ്രചാരണത്തിനുള്ള ആയുധമാക്കുകയായിരുന്നു സംഘപരിവാർ. വിജയ് അഭിനയം നിർത്തി രാഷ്ട്രീയത്തിൽ സജീവമാകുകയാണെന്ന അഭ്യൂഹങ്ങൾ ഏറെക്കാലമായി തമിഴ്നാട്ടിൽ സജീവമായിരുന്നു. എല്ലാ അഭ്യൂഹങ്ങളും പ്രചാരണങ്ങളും അവസാനിപ്പിച്ച് 2024 ഫെബ്രുവരിയിലാണ് വിജയ് ഔദ്യോഗികമായി പാർട്ടി പ്രഖ്യാപനം നടത്തുന്നത്. 2024 ഒക്ടോബർ 27-നാണ് വില്ലുപുരത്തെ വിക്രവാണ്ടിയിൽ TVKയുടെ ആദ്യ പൊതുസമ്മേളനം നടക്കുന്നത്. 10 ലക്ഷത്തോളം പേർ പരിപാടിയിൽ പങ്കെടുത്തെന്നാണ് സംഘാടകരുടെ അവകാശവാദം. സമീപകാലത്ത് തമിഴ്നാട് കണ്ട ഏറ്റവും വലിയ ജനക്കൂട്ടത്തിനായിരുന്നു അന്ന് വിക്രവാണ്ടി സാക്ഷിയായത്. സമ്മേളനത്തിൽ പാർട്ടിയുടെ രാഷ്ട്രീയ നയവും പരിപാടികളും പ്രഖ്യാപിച്ചു താരം. പെരിയാറിന്റെയും അംബേദ്കറുടെയും കാമരാജിന്റെയും എല്ലാം പാരമ്പര്യത്തിന് തുടർച്ച അവകാശപ്പെട്ട വിജയ് കേന്ദ്രത്തിലെ മോദി സർക്കാരിനെയും സംസ്ഥാനത്തെ DMK സർക്കാരിനെയും ഒരുപോലെ കടന്നാക്രമിച്ചു. വർഗീയ വിഭജന രാഷ്ട്രീയത്തിനും അഴിമതി രാഷ്ട്രീയത്തിനുമെതിരെയായിരിക്കും TVKയുടെ പോരാട്ടമെന്നും താരം പ്രഖ്യാപിച്ചു. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ TVK ആദ്യമായി DMKയുമായും BJPയുമായും നേർക്കുനേർ പോരിനിറങ്ങുമെന്നും പ്രഖ്യാപനം വന്നു കഴിഞ്ഞിട്ടുണ്ട്.